ഏയ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. ഒരു കുഞ്ഞു കഥ കേട്ടോ. ഒരു രസകരമായിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കുഞ്ഞു മെസ്സേജ് ഈ ഒരു കഥയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. എന്താണെന്നറിയോ? ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് ഒരു നല്ല ഒരു പണക്കാരനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പറയും നല്ല പൈസക്കാരൻ, നല്ല പണക്കാരൻ, ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയ വ്യക്തിയായിരുന്നു. ഒരുപാട് സമ്പാദ്യം, ഒത്തിരി ഒത്തിരി സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അത്രയും പണം കുന്നുകൂടി, അത്രയും പണവും ആഭരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണെങ്കിൽ, എന്താണ്, ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണെങ്കിൽ ഇദ്ദേഹം അത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യും? പാരിതോഷികം കൊടുക്കും. എന്താണ്? അവർക്ക് പണമോ അവർക്ക് ആഭരണമോ അവർക്ക് എന്ത് ചെയ്യുന്നു, മറ്റ് സഹായങ്ങൾ ഇദ്ദേഹം അറിഞ്ഞ് ചെയ്തു കൊടുക്കും. അപ്പം ഇത് ആ നാട്ടിലത്തെ ആളുകൾക്ക് അറിയായിരുന്നു. എന്താണെന്നറിയോ? ഇദ്ദേഹത്തെ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇദ്ദേഹത്തെക്കുറിച്ച് നാല് വാക്ക് പൊക്കിയടിച്ചാൽ മതി, അതെന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടും, ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു ആളുകൾക്ക്. അങ്ങനെ ഇരിക്കെ ഈ ആളുകൾ എന്ത് ചെയ്തു, ജോലിക്കൊന്നും പോകാതെ ഇദ്ദേഹത്തെ പറ്റി പൊക്കിയടിക്കും. അങ്ങനെ ഇദ്ദേഹം തിരഞ്ഞു പിടിക്കും, അവർക്ക് വേണ്ട വീട് വെച്ച് കൊടുക്കും, അവർക്ക് വേണ്ട ആഭരണങ്ങൾ കൊടുക്കും, അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കും, ഒക്കെ കൊടുക്കും. ഞാൻ അത്രയ്ക്കും പണമുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. ആ പണം എത്ര കൊടുത്താലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ എന്താ പറയുക, തീരാവുന്ന പണം എന്നല്ല, അത്രയ്ക്കും പണമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ആഭരണങ്ങളുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇദ്ദേഹത്തിന് എന്താ പറയുക, ആളുകൾക്ക് ഇതൊരു ശീലമായി മാറിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ പറ്റി പൊക്കിയടിക്കുന്ന ആളുകൾക്കൊക്കെ തിരഞ്ഞു പിടിച്ച് ഇയാൾ സഹായിക്കും. അങ്ങനെ ഇങ്ങനെ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് ആയിടെ അതിലൂടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കവി, ഒരു ജ്ഞാനി അതിലൂടെ കടന്നുപോയ സമയത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, വിളിച്ചു വരുത്തി. ആര്? ഈ പണക്കാരൻ്റെ വീട്ടിലേക്ക്. ആ ഇടയായിട്ട് ഈ ജ്ഞാനില്ലേ, ഈ കവി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. എന്താണ്? ഈ കവി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ഈ പണക്കാരന് ഇത് ഓൾറെഡി ഇതറിയാം, ഈ കവി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, എന്താ പറയുക, കുറച്ച് പ്രതിസന്ധിയിലാണെന്നുള്ളത് പണക്കാരൻ അറിയായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ പണക്കാരൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ കവിയും അതുപോലെ ഈ പണക്കാരും തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ കവിയോട് ഈ പണക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്കറിയാം, യാതൊരു സംശയവുമില്ല, ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഇന്നത്തോടെ തീരാൻ പോവുകയാണ്. എന്താ കാരണം? എന്നെക്കുറിച്ച് പൊക്കിയടിച്ച് ഒരു കവിത നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ തീർത്ത് തരാം, യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. എന്നെക്കുറിച്ച് നല്ല പൊക്കിയടിച്ചൊരു കവിത എഴുതിയാൽ മതി. കാരണം ഈ പൈസക്കാരൻ ഈ പണക്കാരൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇദ്ദേഹത്തെ പറ്റി പൊക്കിയടിക്കുന്ന ആളുകളെ എത്രത്തോളം പൊക്കിയടിക്കുന്ന അവർക്കൊക്കെ നല്ല സഹായങ്ങൾ കൊടുക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന് അത് കേട്ടാൽ മതി. അങ്ങനെ ഈ കവിയോട് പറഞ്ഞു. അപ്പോൾ കവി പറഞ്ഞു, എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഞാനൊരു 1000 എന്താ പറയുക സ്വർണ്ണ നാണയം നിങ്ങൾക്ക് നൽകാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്താലും ഇഷ്ടം പോലെ സ്വർണ്ണ നാണയം നിങ്ങളുടെ കയ്യിലുണ്ടാകും. 1000 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കവി പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇടുത്ത പോലത്തെ, അപ്പോൾ ഈ പണക്കാരൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു, ഏകദേശം ഒരു 5000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. 5000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ കവിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് 2500 എന്താ പറയുക സ്വർണ്ണ നാണയം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞു. 2500 സ്വർണ്ണ നാണയം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ സമയത്ത് ആ സ്പോട്ടിൽ കവി പറഞ്ഞേ, നിങ്ങളെന്ത് കാര്യം പറയുന്നു? 2500 സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ 2500 സ്വർണ്ണ നാണയം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ സമന്മാരായില്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സമന്മാരാകുമ്പോൾ ഞാൻ അങ്ങയെക്കുറിച്ച് പ്രകീർത്തിച്ച് എനിക്കെങ്ങനെ കവിത എഴുതാൻ പറ്റും? നമ്മൾ സമന്മാരായില്ലേ പറഞ്ഞു. എന്നാൽ വേണ്ട, അപ്പോൾ എടുത്തേക്ക് ഈ പണക്കാരൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ എന്നെക്കുറിച്ച് ജസ്റ്റ് ഒരു കവിത ഒന്ന് എഴുതിയാൽ മാത്രം മതി പറഞ്ഞു. അങ്ങനെ കവി വീണ്ടും പറഞ്ഞു, അയ്യോ, ഞാനിങ്ങനെ ഒരു പാവത്താനെ കുറിച്ച് കവിത എഴുതുന്നത്?
ഞാനിങ്ങനെ ഒരു പാവത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു പണക്കാരനല്ലാത്ത ഞാൻ നല്ലൊരു പൈസക്കാരനായി അല്ലേ? എനിക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾ തരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ പാവപ്പെട്ട ആള്, ഞാൻ വലിയൊരു പൈസക്കാരനായി. എനിക്കെങ്ങനെ നിങ്ങളെ പ്രകീർത്തിച്ച് എനിക്ക് എങ്ങനെ കവിത എഴുതാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക പറഞ്ഞു ഈ ജ്ഞാനി കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഈ പൈസക്കാരൻ്റെ കാര്യം മനസ്സിലായി. എന്തെന്നറിയോ? ആ, അത് ശരിയാണല്ലോ അല്ലേ. അതായത് ഞാൻ ഇപ്പോൾ പാവപ്പെട്ട ആളായി, അദ്ദേഹം പണക്കാരനായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ കാര്യം മനസ്സിലായി. ആർക്ക്? ഈ പണക്കാരന് കാര്യം മനസ്സിലായി. എന്ത്? എന്നെക്കുറിച്ച് ഒരുപാട് പൊക്കിയടിച്ച്, അതായത് ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകാതെ, ജോലി ചെയ്യാതെ, എന്താ പറയുക, എന്നെക്കുറിച്ച് പൊക്കിയടിച്ച് ഞാൻ വെറുതെ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് പണം കൊടുക്കുന്നുണ്ട്, വെറുതെ പണം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എന്താ പറയുക, എൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന് അവർക്ക് അറിയാൻ കൊണ്ടാണ് അവർ ജോലിക്ക് പോകാത്തത്. ഈ പണം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, തൂർത്തടിക്കുന്നു. ഈ പണം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മദ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പണം യാതൊരു അധ്വാനവും കൂടാതെ എൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് പണം കൊടുക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഈ കവിയിൽ നിന്ന് ലഭിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് കവിയോട് നന്ദി പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ പറയുക, കവിത എഴുതിയില്ലെങ്കിലും വേണ്ടില്ല, കുഴപ്പമില്ല. എനിക്കെന്ത് ചെയ്യുന്നു, എൻ്റെ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്കൊരു 100 സ്വർണ്ണ നാണയങ്ങൾ തരുന്നു, അല്ല 1000 സ്വർണ്ണ നാണയങ്ങൾ തരുന്നു പറഞ്ഞു കേട്ടോ. 1000 സ്വർണ്ണ നാണയം കൊടുത്ത സമയത്ത് എനിക്ക് വേണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് പറഞ്ഞാൽ 100 സ്വർണ്ണ നാണയം കൊടുത്തു കവിക്ക്. അങ്ങനെ കവി എന്ത് ചെയ്തു, ഈ 100 സ്വർണ്ണ നാണയം മേടിച്ചു. എന്നിട്ട് അതിൽ നിന്ന് 50 സ്വർണ്ണ നാണയം തിരിച്ചങ്ങോട്ടേക്ക് തന്നെ കൊടുത്തു. എനിക്ക് ഇപ്പോൾ ഇത് മതി, എനിക്കിപ്പോൾ ഇത് മതി, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എനിക്ക് ഇനി സ്വർണ്ണ നാണയം വേണ്ട എന്നിട്ട് 50 അങ്ങോട്ട് തന്നെ കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കവി പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ചില ആളുകൾ നമ്മളെ മനഃപൂർവ്വം അവരുടെ ഉള്ളിൽ മറ്റൊരു കാര്യം എന്താ പറയുക ചിന്തിച്ചിട്ട് നമ്മളെ പൊക്കി അടിച്ച് പറയും. അപ്പോൾ നമുക്കൊരു സുഖം തോന്നും അല്ലേ? ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിനിടയിൽ നോക്കിയാൽ മതി, നീ ആൾ കൊള്ളാലോ, നീ നല്ല മൊഞ്ചനായണല്ലോ, നീ നല്ല മൊഞ്ചത്തിയായണല്ലോ, നിന്നെ കാണാൻ നിൻ്റെ ഉടുപ്പ് കൊള്ളാലോ, അല്ലെങ്കിൽ നിൻ്റെ മുടി കൊള്ളാലോ, നിൻ്റെ മീശ കൊള്ളാലോ, നിൻ്റെ താടി കൊള്ളാലോ അല്ലേ, നിൻ്റെ ഒന്നുകൂടെ എന്താ പറയുന്നത് വെളുത്തിട്ടുണ്ടല്ലോ, കുറച്ചൊന്ന് എന്താ ഉഷാറായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകളും ഓരോരുത്തരെ കുറിച്ചൊന്ന് പൊക്കി പറയും. പക്ഷെ ആ പൊക്കി പറയുന്ന സമയത്ത് അവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടായിരിക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒരാൾ പൊക്കിയടിച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എന്ത് ചെയ്ത് പാരിതോഷികമായിട്ടൊന്നും കൊടുക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവർ കണ്ടിട്ടായിരിക്കും നിങ്ങളെ പൊക്കിയടിക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലാതെ വെറുതെ അവരെന്ത് ചെയ്യുന്നു, ചുമ്മാ അല്ലെങ്കിൽ ഇപ്പോൾ ചുമ്മാ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവം എന്താ അറിയോ? ആ കവിയുടെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാണ്ട്. കവി പറഞ്ഞേ, അതായത് എൻ്റെ കയ്യിൽ ജ്ഞാനമാണുള്ളത്. മനസ്സിലായോ? അതിൻ്റെ മെസ്സേജ് ഞാൻ പറഞ്ഞില്ല. എൻ്റെ കയ്യിൽ ഈ കവി പറഞ്ഞു എനിക്ക് നിങ്ങളെക്കുറിച്ച് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത്, അതായത് നിങ്ങളെടുത്ത് 5000 സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു അല്ലേ? ആ 5000 സ്വർണ്ണ നാണയം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ അത് തീർന്നു. എന്നാൽ എൻ്റെ കയ്യിൽ ഒരുപാട് അറിവുകളുണ്ട്. മനസ്സിലായോ? എൻ്റെ അറിവുകൾ ഞാൻ എടുക്കും തോറും എന്ത് ചെയ്യുന്നു, എടുക്കും തോറും കൊടുക്കും തോറും എന്താ പറയുക, അത് വർദ്ധിച്ച് വരികയാണ് എന്നിലേക്ക് വരുന്നത്. മനസ്സിലായോ? എൻ്റെ അറിവ് ഞാൻ എടുക്കും തോറും കൊടുക്കും തോറും എന്നിലേക്ക് അറിവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ സമ്പാദ്യമോ എടുക്കും തോറും അത് തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു ജ്ഞാനിയാകുക. ഒരു ജ്ഞാനി എന്ന് മീൻസ് പഠിക്കുക, അറിവ് സമ്പാദിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്കത നമ്മൾ എന്താ പറയുക ചെയ്യുക. അർഹതപ്പെട്ടവർക്ക് മാത്രമേയാണ് നമ്മൾ ഇങ്ങനത്തെ സഹായങ്ങൾ കൊടുക്കാവൂ. വെറുതെ എല്ലാവർക്കും കൊടുക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ പറയാനുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ ജീവിതത്തിൽ വെറുതെ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ പ്ലാനിങ്, നമ്മുടെ നമ്മളെന്താ പറയുക, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും ജീവിതത്തിൽ. പലതും നമുക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇതൊന്നും പോയിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി പറയരുത് കേട്ടോ. ഇതൊന്നും നമ്മൾ പോയിട്ട് എനിക്ക് അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യാണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാനിങ് ഉണ്ടല്ലോ, ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടല്ലോ, അല്ലാതെ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഭാവിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് എല്ലാവരോടും ചെന്ന് പറയരുത്. കാരണം എന്താ അറിയോ, ഇത് എല്ലാവരോടും നിങ്ങൾ ചെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ ശത്രുവാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ അവർക്ക്
ഏറ്റവും എന്താ പറയുക അനുയോജ്യമായിട്ടുള്ള എളുപ്പമായിട്ടുള്ള ആയുധമാണ് നിങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലായോ? അവർ ഓൾറെഡി നിങ്ങളെ തകർക്കാൻ നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ അത് വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങളായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളെ കൊല്ലാനുള്ള, നിങ്ങളെ നശിപ്പിക്കാനുള്ള ആയുധം അവർക്ക് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ പ്ലാനിങ് ഒന്നും നിങ്ങൾ എല്ലാവരോടും തുറന്നു പറയരുത് കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് പക്ഷെ നിങ്ങൾ ഈ തുറന്നു പറയുന്ന ഈ കേൾക്കുന്ന ആൾ നിങ്ങളുടെ ശത്രുവാണോ മിത്രമാണോ എന്നത് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പല പാഠങ്ങളും അറിവുകളും സമ്പാദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം അടിപൊളിയായിട്ട് പോകും കേട്ടോ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.